ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് അത്യാവശ്യം തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നല്ല ഓട്ടവും കാര്യങ്ങളും കുറച്ച് വർക്കും കാര്യങ്ങളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചൊരു ഹൗസ് ഡ്രൈവറുടെ ഒരു ഡേ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 6:15, 6 മണിയായി. 6 മണിൻ്റെ ശേഷം ഒരു 6:20 ഒരു ഓട്ടമുണ്ട്. ഡെയിലുള്ള ഓട്ടമാണ് കേട്ടോ. കഫീൽ പെങ്ങൾക്ക് ഹോസ്പിറ്റലിലാണ് വർക്ക്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം പോണത് എണ്ണ അടിക്കാനായിട്ടാ. വണ്ടിയിലുള്ള എണ്ണ കൊണ്ട് 62 കിലോമീറ്റർ ഓടാൻ കഴിയുള്ളൂ. അപ്പോൾ എണ്ണ അടിക്കാൻ പോയി ഞാൻ നാഫ്റ്റ് എന്നുള്ള കമ്പനീൻ്റെ എണ്ണയിട്ട് അടിക്കൽ. കാരണം മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയിട്ടുള്ളത് നാഫ്റ്റിൻ്റെ പെട്രോളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 100 റിയാലിനാണ് എണ്ണ അടിക്കണത്. അങ്ങനെ 100 റിയാലിന് എണ്ണ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ കഫീലിൻ്റെ പെങ്ങളെ ഡ്യൂട്ടി കൊണ്ടുപോയി വിട്ടിട്ട് റിട്ടേൺ വരികയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയാണിത്. ഇത് മെഡിക്കൽ കോളേജും അതുപോലെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റി എല്ലാം കൂടെ ഉള്ളത് കോമ്പൗണ്ട് കേട്ടോ. ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ ഇന്ന് നന്നായി രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ നമുക്ക് കണ്ട് പോവാം. ഈ അറബ് രാജ്യങ്ങളിൽ മരങ്ങൾ ഇവിടെ നല്ല നട്ടുപിടിപ്പിക്കട്ടെ. സൗദി അറേബ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് മരങ്ങളാണ് പലയിടത്തും നട്ടുപിടിപ്പിക്കുന്നത്. നമ്മളെ കേരളത്തിനൊക്കെ നമ്മളൊക്കെ സംബന്ധിച്ച് മരങ്ങൾ വെട്ടണത് എനിക്ക് തോന്നുന്നത് നമുക്കത് ഉണ്ടായിട്ടാണ്. നമ്മൾക്കതിൻ്റെ വില അറിയില്ല. ഇവിടെ മരങ്ങളില്ലാത്തതുകൊണ്ട് ഇവൽക്കതിൻ്റെ വില നല്ല അറിയാം. എത്ര വലിയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചാലും അതിൻ്റെ അടുത്തൊരു ചെറിയ ഈത്തപ്പന മരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മരം ഉണ്ടെങ്കിൽ അതവിടെ ഒഴിവാക്കിയിട്ടോ ഇവിടെ മറ്റുള്ള പരിപാടികൾ. കാരണം മരങ്ങൾ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവൽക്കതിൻ്റെ ഭവിഷ്യത്ത് നന്നായിട്ട് അറിയാം. നമുക്ക് മരങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇതറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കണത്. ഇവിടെ ഭംഗിക്ക് മാത്രമല്ല മരങ്ങൾ നട്ടിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ്, ഉള്ളിൽ തന്നെ ഉണ്ട്, പുറത്തല്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. രാവിലെ ആണെങ്കിലും നല്ല ചൂടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ചൂടുകാലം തുടങ്ങിയതാണ്. ഏകദേശം 40 ഡിഗ്രീൻ്റെ മേലെയാണ് ചൂട് വരുന്നത്. ചില ഭാഗങ്ങളിൽ 50 ഡിഗ്രീൻ്റെ മേലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മേടിച്ചതെന്താണെന്ന് വെച്ചാൽ 2 ഉഴുന്നുവടയും മേടിച്ച്, പിന്നെ ചട്നി ഉണ്ട്, പിന്നെ അതിക്കൊരു ചമ്മന്തി ഉണ്ട് ചുവന്ന കളറ്, കുറച്ച് എരിവുള്ളത്. എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചട്നിയും ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കണ്ട് 2 ഉഴുന്നുവട മേടിച്ചിട്ടുള്ളൂ. എനിക്ക് നാട്ടിൽ നിന്ന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതും കട്ടൻ ചായ ഇങ്ങനെ കുടിക്കണം. അപ്പോൾ അത് മിക്സ് ചെയ്ത് കണ്ട് ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഇൻഷാല്ല ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു UKG പഠിക്കുന്ന ഒരു മോനുണ്ട്. ഇപ്രാവശ്യം UKGക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ തുറന്നിട്ടില്ല. അതിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ കുട്ടികൾക്കുള്ള എല്ലാ കാര്യങ്ങളും കളിപ്പാട്ടങ്ങളും മറ്റുള്ള പഠിക്കണ ഉപകരണങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തുറന്നിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് റൂമിൽ തന്നെ പോവാണ്. പാണ്ടയിൽ പർച്ചേസിന് വന്നത്. അപ്പോൾ മാഡം വിളിച്ചുകൊണ്ട് പറഞ്ഞിപ്പോൾ പോകണ്ട, രാത്രി പോയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ കഫീലിൻ്റെ പെങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഇതാണ് അവൾ വർക്ക് ചെയ്യണ ഹോസ്പിറ്റൽ. ഇപ്പോൾ രാവിലെ 6:30 ഞാൻ കൊടുന്നു വിടും. വൈകുന്നേരം ഒരു 7 മണിക്ക് ഞാൻ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെയാണ് കേട്ടോ ഷെഡ്യൂള്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7:30 ആയിട്ടുള്ളൂ രാത്രി. പിന്നെ അപ്പോഴും സൂര്യന് അസ്തമിച്ചിട്ടില്ല. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു നല്ല രസത്തിൽ കാണാം. പിന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു മൈലാഞ്ചി കല്യാണം ഉണ്ട് കേട്ടോ. അതായത് കഫീൽ പെങ്ങളെ കല്യാണം ഉണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനെന്തോ ഒരു മൈലാഞ്ചി കല്യാണം എന്നാണ് പറഞ്ഞത്. ഏതായാലും ലേഡീസിൻ്റെ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല, എന്നാലും ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ രാവിലെ പാണ്ടയിൽ വന്നിരുന്നു. പാണ്ടയിൽ വന്നിട്ട് രാവിലെ പർച്ചേസ് ഒന്നും ചെയ്തില്ല. പാണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ രാത്രി ഇപ്പോൾ വന്നതാണ്.
പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കല്ല കേട്ടോ, മാഡത്തിന് വേണ്ടിയിട്ടാണ്. മാഡം ഇല്ല. അപ്പോൾ നമുക്ക് ബാണൻ്റെ ഉള്ളിലൊന്ന് കയറി വെക്കാം. ചെറിയൊരു പർച്ചേസിങ് ആണ്, എന്തൊക്കെ വേഗം നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് മീറ്റിൻ്റെ സെക്ഷൻ കേട്ടോ. ഇവിടെ ആടിൻ്റെതുണ്ട്, പോത്തിൻ്റെ ഉണ്ട്, ഒട്ടകം എല്ലാതും ഉണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യണ ബീഫൊക്കെ ഉണ്ട് മെയിനായിട്ട് ഇവിടെ ചിലവായി പോവുക. അതുപോലെ ശ്രീലങ്കയിൽ നിന്ന് എല്ലാതും പീസായിക്കാണ്ട് കട്ട് ചെയ്ത് വെച്ചത്. നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ഏത് കാലിൻ്റെ ഭാഗമാണോ ചെസ്റ്റ് വേണോ ഏത് വേണ്ടെങ്കിൽ എല്ലാതും പീസാക്കിക്കാണ്ട് പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ബർഗറിലിടാൻ വേണ്ടിയിട്ട് ഷേപ്പ് ചെയ്ത് വെക്കണത് കേട്ടോ, റൗണ്ടിൽ. പിന്നെ നമ്മൾ പോയത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സൗദികൾ മെയിനായിട്ടുള്ള ഫുഡാണ് കേട്ടോ. ഇതൊക്കെ ഓരോ പിന്നെ കായകളാണ്. നമ്മൾ നാട്ടിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിലിടൂലേ, അതുപോലെ ഉപ്പിലിട്ടതല്ല, അതുപോലുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒലീവ് ഓയിലിൻ്റെ പിന്നെ സീഡ്സ് അതുപോലെ അങ്ങനത്തെ കായകൾ ഒക്കെയാണ്. ഇത് പിന്നെ ചീസാണ് കേട്ടോ. ചീസൊക്കെ മെയിനായിട്ട് ഇവിടെ വില ഫുഡിൽ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞാനിത് സൗദിയിലുള്ളവർക്കല്ല പറയണത്, സൗദിയിൽ നിന്ന് പുറത്തുള്ളവർ കാണണമെങ്കിൽ ആർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. സൗദിയിലുള്ളവർക്ക് ഇതൊക്കെ അറിയാം. ഇതൊക്കെ പിന്നെ ഓരോ സെക്ഷനാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊക്കെ അതുപോലത്തെ ഓരോ സാധനങ്ങളാണ്. ഇതൊക്കെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസൊക്കെ കൂടുതൽ മേടിക്കുന്നത് കാണാം കേട്ടോ. ഇതങ്ങനെ സൗദികൾ ഞാനങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ട് കിട്ടും കേട്ടോ. അതുപോലെ ഇങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ചിരകൂല, അതുപോലെ ഇങ്ങനെ ചിരകിയിട്ടും കിട്ടും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇപ്പോൾ മേടിച്ചത് ചെമ്മീനാണ്. ചെമ്മീൻ്റെ ഒരു പിന്നെ ഏകദേശം ഒരു 2 പേക്ക് മേടിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഏകദേശം 1 കിലോ ഉണ്ടാവും. പിന്നെ മേടിച്ചത് ഇത് സദർ ദജാജ് അറിയാം, അതായത് ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് കേട്ടോ. അത് 3 പേക്ക് മേടിച്ച്. പിന്നെ താഴെ കാണുന്ന ബോക്സ് ചിക്കനാണ് കേട്ടോ. ഏകദേശം 1 കിലോന് 200 ഗ്രാമിൻ്റെ ഒരു 10 ചിക്കൻ ഉണ്ടാവും കേട്ടോ ബോക്സിൽ. അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കുറഞ്ഞ് കിട്ടും. അതാണ് അങ്ങനെ മേടിച്ചത്. പിന്നെ അധികവും സൗദി വീടുകളിലൊക്കെ അങ്ങനെ തന്നെ മേടിക്കട്ടോ. പിന്നെ ഒരു അരി മേടിച്ച്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രസീലിൻ്റെ ബീഫാണ് കേട്ടോ. ബ്രസീലിൻ്റെ ബീഫ് ഗ്രൗണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്തത് പിന്നെ ഏകദേശം ഒരു 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ബീഫ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ടുള്ളത്, ഇതൊക്കെ ബ്രസീലിൻ്റെ ബീഫാണ്. അതൊരു 3 പേക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ താഴെ കാണുന്നത് കീരി എന്ന് പറയുന്നൊരു കമ്പനീൻ്റെ ജുബിനാറ്, അതായത് ചീസ് തന്നെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത് മീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഈ ഒരു ഫ്രണ്ട് കാണുന്ന ഈ ഒരു മീൻ ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നല്ല വലുതാക്കിയിട്ട് 2 എണ്ണം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ജീവുള്ളത് വേണമെങ്കിൽ ഇവിടെ ഈ അക്വേറിയത്തിലുണ്ട് കേട്ടോ. ഇത് ബംഗാളികളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം ജീവുള്ളത്. അപ്പോൾ അതിന് പിടിച്ച് തരും. പിന്നെ അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു 2 വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ്. 2 വലുത് ഏകദേശം ഒരു 4-4.5 കിലോനോളം ഉണ്ടായിരുന്നു 2 എണ്ണം. അങ്ങനെ അത് കട്ട് ചെയ്ത് മേടിച്ച് അവൻ തന്നെ കീസിലാക്കി തന്ന് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് എന്നോട് മാംഗോ വാങ്ങാൻ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഒക്കെ വാടിയതാണ്, നല്ലതില്ല. അപ്പോൾ നമ്മൾ മാംഗോ മേടിച്ചില്ല, പകരം ബനാന പഴം ഒരു 3 കിലോ മേടിച്ച്. പഴം 3 കിലോ മേടിച്ചിട്ട് ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് ഫയറി വാങ്ങണം. പാത്രം കഴിക്കണ ഫയർ ഉണ്ടല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഓഫറുണ്ട്. അപ്പോൾ ഓഫറുള്ളത് 2 ബോട്ടിൽ ഒരുമിച്ചെടുത്താൽ റേറ്റ് കുറവാണ്. അപ്പോൾ ഇന്ന് 2 ബോട്ടിലെടുത്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബില്ല് ഏകദേശം വന്നത് എത്രയെന്ന് വെച്ചാൽ ഏകദേശം 621 റിയാൽ വന്നിട്ടാണ്. 621 റിയാൽ പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം ഒരു 14,000 രൂപേൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇത് പിന്നെ ഞാൻ വഴിയിൽ കണ്ടൊരു വീടാണോ വേറെ എന്തെങ്കിലും ആണെന്ന് അറിയില്ല കേട്ടോ. നല്ല ഒരു രസം തോന്നിയാൽ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇത് വീടാണോ അതോ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്തെങ്കിലും ഓഫീസാണോ ഒന്നും അറിയില്ല. രാത്രി ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് നല്ല രസം തോന്നി, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്.
അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞില്ലേ പിന്നെ ഒരു മൈലാഞ്ചി കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. നമ്മളെ വീടിന് പിന്നെ ആ ലൈറ്റ് തൂക്കിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മരണം അതുപോലെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ടൗണിലെ വീടല്ലേ, അപ്പോൾ നമ്മൾ പുറത്തുള്ള ഫാമിലിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തതിൽ വീട് പെട്ടെന്ന് കണ്ടുപിടിക്കാനുണ്ട്. ടൗണിൽ വന്നാൽ സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട് കണ്ടുപിടിക്കാനുള്ളൊരു സൈനാണ്. ലേഡീസിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ. നമുക്ക് നല്ല ഇവർ വീട്ടിലുള്ളവർ ആണുങ്ങൾക്ക് തന്നെ അവരുടെ ആ ഏരിയയിലേക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ പരിപാടിക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഫുഡൊക്കെ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ പിന്നെ ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കേട്ടോ. അതായത് ചിക്കൻ ചില്ലി, അതുപോലെ ചിക്കൻ കടായി ചിക്കൻ, ചിക്കൻ 65 അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ റോയൽ എന്ന് പറഞ്ഞ കണ്ടുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണത്. അപ്പോൾ ഇന്ത്യൻ ഫുഡും വിത്ത് സൗദി ഫുഡും എല്ലോടും മിക്സ് ആയിട്ടുള്ള ഒരു വിരുന്നാണ്. അപ്പോൾ ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റി കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് കൊണ്ടുപോയി കൊടുത്താൽ നമ്മളെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡായിട്ട് വീട്ടിൽ പോയപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ വേറെ ഫുഡ് എടുത്ത് വെച്ചിരുന്നിട്ടാണ്. നമ്മൾ സാധാ പച്ചരി ചോറുമുള്ള ചോറും പിന്നെ മീൻ കൊണ്ടുണ്ടാക്കി എന്തൊക്കെയാണിത്. ഇത് നമ്മളെ വേലക്കാരത്തി ഇന്തോനേഷ്യ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.